മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ജമ്മുവിൽ പറന്നിറങ്ങുകയാണ്. രണ്ട് ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞു. ഇനി മൂന്നാം ഘട്ടത്തിലാണ് നിർണായകമായ പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. 40 മണ്ഡലങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനായി സജ്ജമാവുന്നത്. അതിനാണ് രാഹുലിന്റെ സാന്നിധ്യം ഇന്ത്യ സഖ്യം ആഗ്രഹിക്കുന്നത്. കാശ്മീരിൽ 1-2 സീറ്റുകളിൽ പ്രചരണം പൂർത്തിയാക്കിയതിനു ശേഷം രാഹുൽ ജമ്മുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സാധ്യത. ജമ്മുവിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. രാഹുൽ ജമ്മുവിൽ ഇതുവരെയായി പ്രചരണത്തിന് എത്തിയില്ല എന്നുള്ള പരിഭവം ഒമർ അബ്ദുള്ള അടക്കമുള്ള നേതാക്കൾക്കുണ്ട്. കാശ്മീർ താഴ്വരയിൽ രാഹുൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതില്ല എന്നതാണ് ഒമർ അബ്ദുള്ള പറയുന്നത്. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വോട്ട് കുറയരുത്. ജോഡോ യാത്രയിലൂടെ രാഹുൽ വലിയൊരു ഇമേജ് ജമ്മുവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ രാഹുൽ ജമ്മുവിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് ഒമറിന്റെ ആവശ്യം. ഇത്തവണ ജമ്മു കാശ്മീരിൽ ജീവൻ മരണ പോരാട്ടമാണ്. 10 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും അത്യാവശ്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് നടന്നത്. ആദ്യഘട്ടത്തിൽ 61%, രണ്ടാം ഘട്ടത്തിൽ 57% പോളിംഗ് നടന്നു. മൂന്നാം ഘട്ടത്തിലും പോളിംഗിൽ വലിയ കുറവുണ്ടാവാൻ സാധ്യതയില്ല. ഇത്തവണ മറ്റുള്ള തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് സമാധാനപരമായിരുന്നു ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ്. ഭാരത് ജോഡോ യാത്രയുമായി ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ രാഹുൽ എത്തിയപ്പോൾ കോൺഗ്രസിന്റെ വലിയൊരു തിരിച്ചുവരവിന് രാജ്യം സാക്ഷിയായതാണ്. അതേ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് രാഹുലിനെ സ്വീകരിച്ച അതേ മനോഭാവത്തിൽ ഇന്ത്യ മുന്നണിയെ ജമ്മു കാശ്മീരിന്റെ ജനത സ്വീകരിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും രാഹുൽ ജമ്മുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. മൂന്നാം ഘട്ടത്തിലെ നിർണായകമായ സീറ്റുകളിൽ രാഹുലിന്റെ റാലികളും പൊതുയോഗങ്ങളും ഉണ്ടാകും. മൂന്നാം ഘട്ടത്തിലെ കാടടച്ചുള്ള പ്രചരണങ്ങൾക്ക് രാഹുൽ തന്നെ നേതൃത്വം നൽകും.